നമുക്കൊരു ചെറിയ എഴുതുണ്ടായാൽ മതി, അങ്ങനെങ്കിലും ജമാഅത്ത് ഒഴിവായി കിട്ടിയല്ലോ എന്നുള്ള രീതിയാണ് നമ്മൾ എങ്ങനെ പരമാവധി പോയിട്ട് അതിന്റെ അടുത്തേക്ക് എത്തുക. ചെറിയൊരു വിട്ടുവീഴ്ചന്റെ ഒരു കാരണം പറയാനുണ്ടെങ്കിൽ ഉടനെ തന്നെ പോകണമെന്ന ചിന്തയാണ്. അങ്ങാടിയിൽ ഒന്ന് രണ്ടാളുകൾ ഇങ്ങനെ നിൽക്കുമ്പോ വാങ്ക് കൊടുത്തപ്പോ ഒരാള് മറ്റേ രണ്ടാൾക്കാരെ വിളിച്ചു, നമ്മൾ ജമാഅത്തിന് പോകല്ലേ. അപ്പൊ അതുവരെ അങ്ങാടിയിൽ നിന്നാള് ജമാഅത്തിന് പോകാൻ ഒരു തടസ്സമില്ല, പക്ഷെ എന്തെങ്കിലും ഒന്ന് പറയണ്ടേ. അപ്പൊ അയാൾ പറഞ്ഞു, എന്റെ ഡ്രസ്സ് അത്ര ശരിയില്ലാന്ന് തോന്നുന്നുണ്ട്. ഇവർക്ക് തോന്നുകയാണ് ജമാഅത്തിന് പോകണ്ടെന്നുള്ളവർക്ക് മറ്റാൾ തോന്നിപ്പിച്ചാണ്, ഇങ്ങനെങ്കിലും നീ പറഞ്ഞ് രക്ഷപ്പെട്ടോ. അപ്പൊ അയാൾ പറഞ്ഞു, എന്റെ ഡ്രസ്സ് അത്ര ശരിയില്ലാന്ന് തോന്നുന്നുണ്ട്, ഇതൊക്കെ ഒന്ന് മാറ്റണം. എന്നാ ഇതുവരെ അങ്ങാടിയിൽ നിന്ന് വർത്തമാനം പറഞ്ഞ് ചായ കുടിച്ച് സാധനങ്ങൾ മേടിച്ച് ഒരു പ്രശ്നമില്ല, ആ ഡ്രസ്സിനൊരു കുഴപ്പമില്ല. ശുദ്ധിക്ക് വല്ല കുഴപ്പമുണ്ടോ? ഇല്ല. എവിടെങ്കിലും നിസ്കാരം ബാത്തിലാകുന്ന തരത്തിലുള്ള ഓട്ടയുണ്ടോ? ഇല്ല. അതിൽ മൂത്രമായിട്ടുണ്ടോ? വേറെന്തെങ്കിലും? ഒന്നും ആയിട്ടില്ല. പക്ഷെ പറയാൻ പിന്നെ അതേ മാർഗമുള്ളൂ. അപ്പൊ ഡ്രസ്സ് ശരിയില്ല, ഞാൻ ഒന്ന് പോയി വരട്ടെ. എന്താ എത്ര പെട്ടെന്നാ പിറകോട്ട് പോകുന്നത്. ഡ്രസ്സില്ലാതെ കഷ്ടപ്പെട്ട് കരിമ്പടം പൊതിച്ചുകൊണ്ട് ജമാഅത്തിന് വന്ന മഹാനാണ് ബഹുമാനപ്പെട്ട സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു. വസ്ത്രത്തിൽ അഴുക്കുണ്ട് എന്ന് പറഞ്ഞ് ചെറുപ്പക്കാരാ, ജമാഅത്തിന് കൂടാതെ വണ്ടിയും എടുത്തുകൊണ്ട് വീട്ടിലേക്ക് പായണ്ട. അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് വാങ്ങി വിളിക്കുമ്പോ മനസ്സിലൊരു മണിമുഴക്കമുണ്ടാകണം, ജമാഅത്തിനൊരു ദാഹമുണ്ടാകണം. അതൊരു ഈമാനാണ്, തഖ്വയാണ്. അവര് ജമാഅത്ത് തന്നെ കിട്ടണമെന്ന ശാഠ്യമുണ്ടോ? അത് തഖ്വയുടെ അങ്ങേയറ്റമാണ്. ഒന്നാമത്തെ റക്അത്ത് തന്നെ കിട്ടണം, അതിലൊന്നാമത്തെ തക്ബീർ തന്നെ കിട്ടണം. അത് തഖ്വയുടെ പരമാവധിയാണ്. അപ്പോഴേ അങ്ങനെ ആകുള്ളൂ. അല്ലാതെ മനസ്സിരുത്തിയിട്ട് ഓരോന്നും ചിന്തിച്ചതുകൊണ്ട് മാത്രം കാര്യമായില്ല, പൂതി വെച്ചത് കൊണ്ട് മാത്രം കാര്യമായില്ല. കഠിനാധ്വാനം നമ്മുടെ ഭാഗത്തിനൊന്നുണ്ടാകണം. അപ്പോഴാണ് തഖ്വയുടെ പാരമ്യതയിലേക്ക്, അതിന്റെ പരമാവധിയിലേക്ക് നമ്മൾ എത്തിച്ചേരുക. മക്കയിൽ ജീവിക്കുമ്പോ കോടീശ്വരന്റെ മകനായി ജീവിച്ച ആളാണ് മുസ്അബ് റളിയല്ലാഹു അൻഹു. തന്റെ ബാപ്പ ഉമൈർ കോടീശ്വരനാണ്, പക്ഷേ വിശ്വസിച്ചതിന്റെ പേരിൽ ഒരൊറ്റ സമ്പത്തും കൊടുക്കാതെ വിട്ടേച്ചു പോയി. മദീനയിലെത്തിയ മുസ്അബ് റളിയല്ലാഹു അൻഹു സ്വഹാബിമാർ ഇരിക്കുന്ന മദീന പള്ളിയിലേക്ക് വരുന്നത് ആടിന്റെ തോലണിഞ്ഞിട്ടാ.